Prop firms will never tell you this, but നിങ്ങൾക്ക് consistent payout വേണമെങ്കിൽ ഈ വീഡിയോ അവസാനമായിട്ട് കാണണം. So I am Sneha and I am a prop firm trader from last 2 years. Okay, so consistent payout കിട്ടണമെങ്കിൽ first thing consistent profit വേണം. അതിനു മുൻപേ രണ്ട് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കണം. Firstly, നിങ്ങളുടെ ലാസ്റ്റ് 100 ട്രേഡ്സ് അനലൈസ് ചെയ്ത് ഏത് സൈഡിലാണ് മെജോറിറ്റി വിന്നിംഗ് ട്രേഡ്സ് വരുന്നത്, ബൈ സൈഡ് ആണോ സെൽ സൈഡ് ആണോ, ഈ സിമ്പിൾ ഒബ്സർവേഷൻ നിങ്ങളുടെ ട്രേഡിംഗ് ബിഹേവിയർ അറിയാൻ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ്ലി, പ്രോപ്പ് ഫോം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസ്ക് റിവാർഡും ആക്യുറസിയും നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ 2 സ്റ്റെപ്പ് ഇവാലുവേഷൻ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. ബിക്കോസ് അതിൽ ഡ്രോ ഡൗൺ കൂടുതൽ കിട്ടും, മോസ്റ്റ്ലി സ്റ്റാറ്റിക് ആയിരിക്കും. ട്രേഡിംഗ് ഡ്രോ ഡൗൺ ഒക്കെ ബിഗിനേഴ്സിന് വളരെ കഷ്ടമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ഹൗ ടു ആക്ച്വലി ഗെറ്റ് യുവർ പേ ഔട്ട് വിത്തൗട്ട് റിജക്ഷൻ. ഫസ്റ്റ്ലി, സ്മോൾ ബട്ട് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് മാത്രം ആക്കിയാൽ മതി. വെയിറ്റ് ചെയ്യരുത് 5K 6K ഡോളർ ഒക്കെ റീച്ച് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് വലിയ പ്രോഫിറ്റ്സ് വന്നാൽ പ്രോപ്പ് ഫോംസ് നിങ്ങളെ ക്ലോസ്ലി വാച്ച് ചെയ്യും. ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടാൽ തന്നെ അവർ നിങ്ങളുടെ പേ ഔട്ട് റിജക്ട് ചെയ്യും. ആൻഡ് പോയിന്റ് നമ്പർ 2, ഡോണ്ട് ഡിലേ വിഡ്രോൾസ്. പേ ഔട്ട് വിൻഡോ ഓപ്പൺ ആയാൽ ഇമ്മീഡിയറ്റ്ലി വിഡ്രോ ചെയ്യും. കുറച്ച് വെയിറ്റ് ചെയ്യാം, കുറച്ചും കൂടി പൈസ കൂടട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്. പോയിന്റ് നമ്പർ 3, ഡൈവേഴ്സിഫൈ യുവർ പ്രോപ്പ് ഫോംസ്. അറ്റ്ലീസ്റ്റ് 3 to 4 ഡിഫറെന്റ് പ്രോപ്പ് ഫോംസിൽ ട്രേഡ് ചെയ്യൂ. സോ ഒരു അക്കൗണ്ടിൽ ഇഷ്യൂ വന്നാൽ ബാക്കി സേഫ് ആയിരിക്കും. ഇത് നിങ്ങളുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യും, ഇൻകം ഫ്ലോ സ്റ്റേബിൾ ആകും. സോ കോമന്റ് ചെയ്ത് പറയൂ നിങ്ങളുടെ പേ ഔട്ട് ജേർണി എങ്ങനെ പോയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. See you in the next video.